സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റമദാൻ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. ഇതിപ്പോൾ ഞാൻ ബീഫ് വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ ചിക്കൻ വെച്ചിട്ടും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കുഞ്ഞിപ്പത്തിരി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. റമദാൻ സ്പെഷ്യലായിട്ട് കുഞ്ഞിപ്പത്തിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഞാൻ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് പത്തിരിപ്പൊടിയാണ്. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ചേർക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി ഒരു മസാല ഒന്ന് തയ്യാറാക്കണം. അതിനു വേണ്ടി ഞാൻ തേങ്ങ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 2 കൊച്ചുള്ളിയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മളത് അരച്ചെടുക്കുന്നത്. അങ്ങനത്തെ തേങ്ങയൊക്കെ ഒരുവിധം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതി. ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പത്തിരിക്കുള്ള പൊടി വാട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രാനൈറ്റിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അതായത് 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതി ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അതായത് 1 കപ്പ് വെള്ളത്തിന് 1 കപ്പ് അരിപ്പൊടി. ഇനി നമുക്ക് ഈ അരിപ്പൊടിയും വെള്ളമായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് നന്നായി ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ചൂട് കിടന്ന് തന്നെ പൊടിയൊക്കെ വെന്ത് കിട്ടുന്നതാണ്. ഞാനിതൊരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളത് കുഴച്ചെടുക്കുന്നത്. അരിപ്പൊടി ചൂടാറുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫിനെ നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അല്പം നെയ്യോട് കൂടിയിട്ടുള്ള ബീഫൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ബീഫിന് പകരമായിട്ട് ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കുഞ്ഞിപ്പത്തിരി തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത് ബീഫ് ചേർത്ത് കുഞ്ഞിപ്പത്തിരി തയ്യാറാക്കുമ്പോഴാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബീഫിനെ ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കഴിയുന്നതും ബോൺലെസ് ബീഫ് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. എല്ലാറ്റിനെയും ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് എല്ലാ പീസിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ബീഫ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് സ്റ്റൗവിൽ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ പകുതി ഉലുവ ചേർക്കാം. അങ്ങനെ കടുകും ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10 കൊച്ചുള്ളിയാണ് അരിഞ്ഞ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 സവാള കട്ട് ചെയ്തത് ചേർക്കാം. ഇപ്പോൾ ചെറിയ സവാള ആയതുകൊണ്ടാണ് 2 ചേർത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 1 ചേർത്താൽ മതി. അതിനുശേഷം സവാളയും കൊച്ചുള്ളിയും നന്നായി വഴറ്റി യോജിപ്പിക്കാം. ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള നന്നായി വഴണ്ടി കിട്ടുന്നതാണ്. ഉള്ളിയൊക്കെ ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി വഴറ്റി യോജിപ്പിക്കാം. ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. ആദ്യം ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഇത് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. 1/2 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ചേർത്തിരിക്കുന്ന പൊടികളെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മൂത്ത് വരണം. സ്ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഈ ഒരു പൊടികളെല്ലാം ഇളക്കി യോജിപ്പിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളിയാണ് അരിഞ്ഞ് ചേർക്കുന്നത്. അങ്ങനെ തക്കാളി അരിഞ്ഞും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച ശേഷം വേണം
നമുക്ക് തക്കാളി മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ തക്കാളിയായിട്ടൊക്കെ നന്നായി മിക്സായ ശേഷം നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫാണ് ചേർക്കുന്നത്. ബീഫിൻ്റെ കൂടെ നമ്മൾ 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട്. ഇനി മസാലയും ബീഫുമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഫസ്റ്റത്തെ വിസിൽ ഹൈ ഫ്ലെയിമിൽ, പിന്നെ വരുന്ന ഒരു 4 വിസിൽ സ്ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ മാവിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം കുഴച്ചെടുക്കാം. കയ്യിലൽപ്പം വെളിച്ചെണ്ണ തടവിയിട്ട് വേണം കുഴച്ചെടുക്കാൻ. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. എത്രത്തോളം നന്നായി കുഴയ്ക്കാൻ പറ്റുന്നോ അത്രയ്ക്ക് സോഫ്റ്റ് ആയിക്കിട്ട് നമ്മുടെ കുഞ്ഞിപ്പത്തിരി. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെയാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ എണ്ണ ചേർത്തുകൊണ്ട് കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടുമില്ല. ഇനി ഇതിൽ നിന്നും ഓരോ ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. അതിന് ശേഷം നന്നായി ഉരുട്ടിയെടുത്ത ശേഷം ഒരു ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതാണ് കുഞ്ഞിപ്പത്തിരിയുടെ ഷേപ്പ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മാവ് ഉരുട്ടിയെടുത്ത ശേഷം ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെ നടുവിലൊരു കുഴി ഇടുന്നതുകൊണ്ട് തന്നെ മസാലയൊക്കെ നന്നായി ഈ കുഞ്ഞിപ്പത്തിരിയിൽ പിടിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ 1 കപ്പ് അരിപ്പൊടി കൊണ്ട് നമുക്ക് ഇത്രയും കുഞ്ഞിപ്പത്തിരിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് സ്റ്റീമറിൽ വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇത് 4 വിസിലൊക്കെ വന്ന ശേഷം തണുത്തിട്ടുണ്ട്. ബീഫൊക്കെ നന്നായി വെന്ത് കിട്ടിയോ എന്നുള്ളതൊന്ന് നോക്കാം. ബീഫിൽ ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ഉണ്ട്. ഇതൊന്നൊന്ന് ഞാനൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ കറക്റ്റ് തന്നെയാണോ എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ നന്നായി വെന്തോ എന്നുള്ളതൊന്ന് നോക്കി നോക്കാം. ചെറിയ പീസായതുകൊണ്ട് തന്നെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത ശേഷമാണ് നമുക്കിതിൻ്റെ ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. കുഞ്ഞിപ്പത്തിരി വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തിരി സ്റ്റീമറിൽ വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് നേരം വരെയാണ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാണ് 15 മിനിറ്റ് നേരം നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. എന്താ നമ്മുടെ കുഞ്ഞിപ്പത്തിരിയൊക്കെ ഒരു 15 മിനിറ്റ് നേരം സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്ത ശേഷമാണ് അത് അടർത്തിയെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് ഒട്ടി പിടിക്കുന്നതാണ്. തണുത്ത ശേഷം വേണം ഇതുപോലെ കുഞ്ഞിപ്പത്തിരിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടെടുക്കാൻ. അങ്ങനത്തെ എല്ലാ കുഞ്ഞിപ്പത്തിരിയും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബീഫിലേക്ക് ചേർക്കാം. അങ്ങനത്തെ ബീഫിൻ്റെ ഗ്രേവിയൊക്കെ കുറച്ചൊരു തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തിരി ചേർക്കാം. അതുപോലെ ഇതിനകത്ത് നെയ്യ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടുള്ളൊരു ഗ്രേവിയും കൂടി തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നെയ്യുള്ള ബീഫല്ല കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് ചൂടായ ശേഷം കുഞ്ഞിപ്പത്തിരി ചേർത്താലും മതി. ഞാൻ ഇളക്കാൻ സൗകര്യത്തിന് ബീഫിനെ ഒരു പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുഞ്ഞിപ്പത്തിരി ചേർക്കുന്നത്. അങ്ങനെ ബീഫ് കുഞ്ഞിപ്പത്തിരി ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ കുഞ്ഞിപ്പത്തിരി ഇനി ബീഫ് കിടന്നിട്ട് ഒന്ന് സോഫ്റ്റായി കിട്ടണം. പത്തിരിയുടെ ആ കുഴിയിലേക്കെല്ലാം മസാലയൊക്കെ നന്നായി കയറി പറ്റണം. ഒരു 3 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും പത്തിരിയൊക്കെ നന്നായി സോഫ്റ്റായി കിട്ടുന്നതാണ്. അതിനകത്ത് കുഞ്ഞിപ്പത്തിരിയും ചേർത്ത ശേഷം ചെറുതായിട്ട് ബീഫൊക്കെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുന്നവരെ നമുക്ക് തിളപ്പിച്ചെടുത്താൽ മതി. സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്പം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. അതിനുശേഷം നന്നായി ഇളക്കിയ ശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അങ്ങനത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അങ്ങനത്തെ നമ്മുടെ കുഞ്ഞിപ്പത്തിരിയൊക്കെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഈ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാൻ മാത്രമാണ് കുറച്ച് സമയം എടുക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പത്തിരിയൊക്കെ പരത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.